ആർത്രൈറ്റിസ് എന്ന് പറയുന്നത് ബേസിക്കലി നമ്മുടെ ജോയിൻസിന് വരുന്ന നീർക്കെട്ടിനെയാണ് ആർത്രൈറ്റിസ് എന്ന് പറയുന്നത്. അത് മാത്രമല്ല, ജോയിൻസിന് ചുറ്റും നമുക്ക് ജോയിൻസിന് ബലം കൊടുക്കുന്ന ലിഗമെൻറ്റ്സ് ഉണ്ട്. ഈ ജോയിൻസിനും അതിന് ചുറ്റുമുള്ള ഈ ജോയിൻറ്റ് കോംപ്ലക്സിനും വരുന്ന അസുഖങ്ങളെ നമ്മൾ പൊതുവായിട്ട് നമ്മൾ ആർത്രൈറ്റിസ് എന്ന് പറയും. അപ്പോൾ ഇത് പ്രധാനമായിട്ടും നമുക്ക് 2 ടൈപ്പ് ആർത്രൈറ്റിസ് ഉണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശരീരത്തിനെതിരെ തിരിഞ്ഞു വരുന്ന ഒരവസ്ഥയുണ്ട്. അത് നമ്മൾ ഓട്ടോഇമ്യൂൺ ഡിസീസസ് എന്ന് പറയും. ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ അറിയാലോ, നമ്മുടെ രോഗപ്രതിരോധ ശേഷി. അപ്പോൾ ശരീരത്തിനെതിരെ തിരിയുന്നു. ഇത് സന്ധികൾ ഉൾപ്പെടെ മറ്റ് കോശങ്ങൾക്കെതിരെ തിരിയുന്ന അവസ്ഥയാണ് ഓട്ടോഇമ്യൂൺ സന്ധിവാത രോഗങ്ങൾ എന്ന് പറയുന്നത്. ഈ കൂട്ടത്തിൽ പെടുന്നതാണ് നമ്മുടെ SLE, റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ്, ആങ്കിലോസിംഗ് സ്പോണ്ടിലൈറ്റിസ്, സൊറിയാസിസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന സൊറിയാറ്റിക് ആർത്രൈറ്റിസ്, ഗൗട്ട്. ഇതൊക്കെ ഓരോ ഓട്ടോഇമ്യൂൺ അസുഖങ്ങളാണ്. രണ്ടാമതായിട്ട് വരുന്ന സന്ധികളുടെ അമിതമായിട്ടുള്ള ഉപയോഗം മൂലം ഉണ്ടാകുന്ന അസുഖങ്ങളാണ് തേയ്മാനം എന്ന് നമ്മൾ വളരെ കോമൺ ആയിട്ട് പറയുന്നത്. ഡീജനറേറ്റീവ് ജോയിൻറ്റ് ഡിസീസസ് എന്ന് പറയാം. ബേസിക്കലി നമ്മുടെ സന്ധികളുടെ അമിതമായ ഉപയോഗം അല്ലെങ്കിൽ ശരീരത്തിന് യോജിക്കാത്ത രീതിയിലുള്ള ഉപയോഗം, പിന്നെ കാലപ്പഴക്കം, ഇങ്ങനെയൊക്കെ വരുമ്പോൾ സന്ധികളിൽ വരുന്ന തേയ്മാനമാണ് നമ്മൾ ഡീജനറേറ്റീവ് ജോയിൻറ്റ് ഡിസീസസ്. ഈ കൂട്ടത്തിൽ ഏറ്റവും പ്രമുഖനായ അസുഖം എന്ന് പറഞ്ഞാൽ ഓസ്റ്റിയോ ആർത്രൈറ്റിസ്, മുട്ടുകളിൽ വരുന്ന തേയ്മാനം. പിന്നെ ടെന്നീസ് എൽബോ എന്ന് പറഞ്ഞാൽ കൈമുട്ടുകൾക്ക് വരുന്ന വേദന. സെർവിക്കൽ സ്പോണ്ടിലോസിസ്, കഴുത്തിന് വരുന്ന വേദന. റൊട്ടേറ്റർ കഫ് ടെൻഡനൈറ്റിസ്, ഷോൾഡറിന് വരുന്ന, പ്രത്യേകിച്ച് സ്പോർട്സ് ഇഞ്ചുറി ആയിട്ടൊക്കെ വരുന്ന സ്കാർപ്പൽ സിൻഡ്രോം, കൈകളിൽ ഞരമ്പ് ഞെരുങ്ങിയിട്ട് വരുന്ന അസുഖം. ഇതൊക്കെ നമുക്ക് തേയ്മാനമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന സന്ധിവാത രോഗങ്ങളാണ്.